ഹലോ, അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, ആദ്യക്കുട്ടനും അജുവേട്ടനൊക്കെ പോകുന്നവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര ഫാസ്റ്റാക്കി ഇട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത്ത് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിലതൊന്നും കട്ട് ചെയ്ത് കളയാൻ തോന്നിയില്ല. പിന്നെ രാവിലത്തെ പണിയുടെ തിരക്കിനിടയിലായതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക് ഇടാതെ കണ്ടിന്യൂസ്ലി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കണത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾ മുഖമൊക്കെ കഴുകി, അത് കഴിഞ്ഞ് ഇടയ്ക്ക് കൂടെ നമ്മളൊന്ന് വാഷ്റൂമിൽ പോയി ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നു, വേഗം അതെല്ലാം കഴിഞ്ഞ് അടുക്കളയിൽ വന്നു. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. അത് നൂൽപുട്ട് ഇടിയപ്പം. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം തന്നെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം ഞാൻ നമ്മുടെ മാവൊക്കെ നമ്മൾ എല്ലാം കിണ്ടി ഉണ്ടാക്കി, അതായത് നമ്മൾ എന്താ പറയുക, ഞാൻ വെള്ളം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മാവ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പച്ചരി എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഡയറക്റ്റ് കുഴച്ചുണ്ടാക്കണേക്കാട്ടിലും എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലൂസാക്കിയിട്ട് പിന്നെ അത് നമ്മളിങ്ങനെ കുറുക്കി എടുക്കില്ല, ആ ഒരു രീതിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും എളുപ്പം, അതായത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിരിക്കണത് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഞാനത് തലേ ദിവസം ആക്ച്വലി വൈകുന്നേരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി വെച്ചപ്പോഴാണ് അജുവേട്ടൻ പറഞ്ഞത് വെളിയിൽ പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഡൗട്ടുള്ളവർക്ക് ആ വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ടാക്കി വെച്ച ശേഷം ആൾ പറഞ്ഞു അങ്ങനെ വെളിയിൽ പോകാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വെളിയിൽ നിന്ന് എന്തെങ്കിലും സിമ്പിളായിട്ട് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് അതങ്ങനെ വെച്ചിട്ട് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ അതാണ് ഉണ്ടാക്കുന്നത്. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതുപോലെ ഞാനത് പീച്ചാൻ നോക്കി, അതായത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേ ദിവസം നമ്മൾ കുറേ നേരം വെളിയിൽ വെച്ചിട്ട് പോയിട്ട് നമ്മളത് കുഴച്ച് വെക്കാണ്ട് പോയത് കൊണ്ടാണോ, നമ്മൾ പോകുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു മാവ്, അതുകൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയായിരുന്നു കേട്ടോ, കുഴച്ച് വെക്കാത്തതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ. പിന്നെ ശരിയായി തുടങ്ങിയപ്പോഴാണ് ഞാൻ വീണ്ടും ക്യാമറ ഓൺ ചെയ്തത്. അപ്പോൾ എന്താ ശരിക്കും പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടോ കുഴയ്ക്കാതിരുന്നതുകൊണ്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആ മാവ് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെക്കണമായിരുന്നു, അതിൻ്റെ തണുപ്പ് ഒന്ന് വിട്ടു പോകണമായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇത് ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം ഞാൻ എടുക്കുന്നു, വീണ്ടും അതിനകത്തോട്ട് അതിൻ്റെ ചില്ല് കഴുകണു, പിന്നെ ഇടണു, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടാണ് ഇതൊന്നും എനിക്ക് ഞാൻ ഇത് മൊത്തം ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് എനിക്ക് ഉണ്ടാക്കുമ്പോഴാണ് മനസ്സിലായത്, ഇത് തണുപ്പ് വിട്ടു പോകാത്തതിൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു. തണുപ്പ് വിട്ടു പോയി കഴിഞ്ഞാൽ സാധാരണ പോലെ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ, രാവിലത്തേക്ക് സമയമില്ലാത്ത ആൾക്കാർക്ക്. അപ്പോൾ കുറച്ച് നേരത്തെ എടുത്ത് വെളിയിൽ വെക്കണം എന്ന് മാത്രം. അങ്ങനെ ഞാനിതെല്ലാം നമ്മൾ തട്ടിൽ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അത് ആക്കിയെടുത്ത ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ എനിക്ക് ഇതിന് മുന്നേ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അതായത് നമ്മുടെ ഈ കൊപ്രയുടെ പൊടിയില്ലേ, കോക്കനട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവില്ലേ, കൊപ്രപ്പൊടി, അപ്പോൾ അത് നമ്മൾ മേളിലൂടെ ഒന്ന് തൂക്കി കൊടുത്താണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വെറുതെ ഒന്ന് എനിക്ക് വെറുതെ ഒരു മൂഡ് തോന്നിയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം വീണ്ടും അതിട്ടിട്ട് ട്രൈ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്താ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മുട്ടക്കറിക്കും നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സിൽ പോയാലും നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ കിട്ടും. അപ്പോൾ സെയിം, അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗിലായാലും കിട്ടും. അപ്പോൾ സെയിം നമ്മൾ ആ റെസിപ്പിയിൽ പോയി നോക്കിയാൽ അതുപോലെ ചെയ്യാൻ പറ്റും. ചിക്കന് പകരം മുട്ട പുഴുങ്ങിയ ചേർത്തിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലാണെങ്കിലും സിമ്പിളായിട്ടുള്ള റെസിപ്പി കാണിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് മുൻപ് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെനിക്ക് പെർഫെക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ച രീതി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതായത് എഗ് റോസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ. എന്നാലും കുഴപ്പമില്ല, കറി വലിയ തെറ്റില്ലാത്ത കറി തന്നെ ആയിരുന്നു. അപ്പോൾ അത് ആ ഒരു ഹോട്ടൽ സ്റ്റൈൽ എഗ് റോസ്റ്റ് ആയിട്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ സമയമില്ലാത്തതുകൊണ്ട്, മറ്റെന്താ വെച്ചാൽ നമുക്ക് ഉള്ളി നന്നായിട്ട് അടച്ചു വെച്ച് സോഫ്റ്റാക്കി എടുക്കണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അജുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത് തരാം രാവിലെ
നമുക്ക് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം, മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാം, നീ ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ വിളിച്ചിട്ട് എഴുന്നേറ്റിട്ട് ലാസ്റ്റ് ആൾ പറഞ്ഞു നമുക്ക് ബ്രെഡ് വാങ്ങിക്കാം, നാളെ വൈകിട്ട് ഉണ്ടാക്കാം ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എനിക്ക് മനസ്സിലാവും ഇത് നടപ്പിലാവണ കാര്യമല്ല. അപ്പോൾ ശരി, പിന്നെ ആൾ കൊണ്ടുപോകാതെ പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പിന്നെ 5:30 വേഗം പോയിട്ട്, അതുവരെ ഞാൻ 5 മണിയോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 5:30 ഞാൻ തന്നെ പോയിട്ട് വേഗം പോയി നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ടൈം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ ചെയ്യണ സമയത്ത് ഒന്നല്ലെങ്കിൽ തലേ ദിവസം ഉള്ളിയെല്ലാം മുറിച്ചിട്ട് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ആക്കി വെക്കലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൂ കേട്ടോ, എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും നടക്കാത്ത കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്രയും സോഫ്റ്റ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആ സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ എന്നാലും കറി അടിപൊളിയായിരുന്നു. അപ്പം എഗ് റോസ്റ്റ് വേണ്ടവർ എൻ്റെ പഴയ റെസിപ്പികളിൽ കാണൂ കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോസിൽ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ സിമ്പിളായിട്ടൊരു റെസിപ്പി എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നൂൽപ്പിട്ട് അതായത് ഇടിയപ്പം നമ്മൾ അടുപ്പത്ത് വേവാൻ വെച്ചിട്ട് ആ സമയം കൊണ്ട് വേഗം ഞാൻ ഉള്ളി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ടേസ്റ്റ് കൂട്ടുന്നത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. നാടൻ കറികളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന കറികളെല്ലാം നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കറികളാണെങ്കിൽ അതിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അതിന് വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എനിക്കതാട്ടോ പേഴ്സണലി ഇഷ്ടം. അജുവേട്ടൻ അതുപോലെ അങ്ങനെ വെളിച്ചെണ്ണയോട് വലിയ താല്പര്യമുള്ള ആളല്ല അജുവേട്ടൻ. എന്നിരുന്നാൽ പോലും ഈ ഇടയായിട്ട് ആളങ്ങനൊന്നും പറയാറില്ല കേട്ടോ. മാക്സിമം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാൽ ആളൊന്നും പറയാറില്ല. അപ്പോൾ നമ്മുടെ സവാള വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട്. അതിന് വേണ്ട മുട്ട നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തലേദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തലേദിവസം ഉണ്ടാക്കാൻ വേണ്ടി നിന്നതായിരുന്നതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചു. മാവൊക്കെ കുഴച്ച് വെച്ച ശേഷമാണ് ഒക്കെ ആക്കി വെച്ച ശേഷമാണ് ആൾ പറഞ്ഞത് വെളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വെളിയിൽ പോകണമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള കുറച്ച് കാര്യങ്ങൾ കുറേ ബോട്ടിലുകൾ ഇരിക്കുന്നില്ലേ, നമുക്ക് കുടിക്കാൻ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ ജഗ്ഗും ഉണ്ടായിരുന്നില്ല തലേദിവസം. ഇന്നലെ ഇന്ന് മൺഡേ ആണ്, അപ്പോൾ സൺഡേ നമുക്ക് ജഗ്ഗും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി എടുക്കുന്നിടത്ത് ജഗ്ഗിൻ്റെ സ്ഥലം അവധിയായിരുന്നു പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് കടകളിലൊക്കെ അന്വേഷണം കിട്ടാണ് രാത്രി അവസാനം പതുക്കെയാണ് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വിശേഷങ്ങളെല്ലാം പറയാൻ ആഗ്രഹമുള്ളവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളതുപോലെ തന്നെ ബറോഡയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കൻ കറിയുടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഫുള്ള് നമ്മൾ ബിസി ആയതുകൊണ്ട് ഇന്നലെ നമ്മൾ എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. മിഞ്ഞാന്ന് രാത്രിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ ആ കറി ഒന്ന് ചൂടാക്കിയിട്ട് ആൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളത് ചൂടാക്കി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കണം കേട്ടോ. ഉള്ളി എപ്പോഴും നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ നമുക്ക്. അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ. സമയം ഉണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കാം. ഒത്തിരി സമയമില്ലാത്തവരാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുക കേട്ടോ. തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി ഒത്തിരി ഇല്ല കേട്ടോ, കാരണം അധികം പഴുത്തതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കരുവേപ്പില കൊത്ത്. നമ്മുടെ ഈ വെളിച്ചെണ്ണയും കരുവേപ്പിലയും കൂടെയുള്ള കോമ്പിനേഷൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിയുള്ള മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 3-4 സ്പൂണോളം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുറുകി വരണമല്ലോ, അതിന് വേണ്ടിയിട്ട്, കൊഴുപ്പിന് വേണ്ടിയിട്ട്. പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തൊന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഫ്രഷായിട്ട് നമ്മൾ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഒന്നും കൂടെ നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് സമയമില്ലാത്തതുകൊണ്ട് തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും മെനക്കെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വേഗം കണ്ട ഒരു കപ്പിനകത്തുണ്ടല്ലോ, ഞാൻ ഇൻഡക്ഷനകത്ത് ചുടുവെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേശ്ശെ സാധാരണ ഞാൻ ഒരു 1/4 ഗ്ലാസ്സോളം, നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് ആദ്യം ഒഴിച്ചു കൊടുക്കും. പിന്നെ അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കും, അത് വറ്റും, വീണ്ടും ഒഴിച്ചു കൊടുക്കും. അങ്ങനെ 3 വട്ടമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്ത ശേഷമാണ്. അപ്പോഴേക്കും നന്നായി സോഫ്റ്റ് ആവുകയും ചെയ്യും ഉള്ളി, എന്നാൽ അടിയിൽ പിടിക്കില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ എഗ് റോസ്റ്റ് ആവും. അങ്ങനെയാണ് പതിവ്. പിന്നെ ശകലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇന്നത്തെ വെപ്രാളത്തിന് ഞാൻ അതൊക്കെ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ അജുവേട്ടൻ എന്തേ സമയമായി, ഞാൻ പോകാൻ നിൽക്കുകയാണ്, നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പോകാൻ നിൽക്കുമായിരുന്നു. ഞാൻ വേണ്ട, ഇറച്ചിക്കറി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞിട്ട്
ആൾ വേണ്ട ഞാൻ വെറുതെ കഴിച്ചോളാത്താന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഒരിക്കൽ കൊടുത്തു ഞാൻ പ്ലേറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം ഞാൻ എന്ത് ചെയ്തു, വേഗം ആ തിളച്ച ഉള്ളി, എന്തായാലും നമ്മൾ വഴണ്ട ഉള്ളിയാണല്ലോ, അതുകൊണ്ട് അതൊരു ധൈര്യം ഉണ്ട് കേട്ടോ, എന്തായാലും കുഴപ്പമുണ്ടാവില്ല കറിയിൽ എന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെ വയറ്റിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വേഗം ആദ്യക്കുട്ടിന് സ്കൂളിലേക്ക് ഞാൻ ഒരിക്കലും നോൺ വെജ് കൊടുത്തു വിടാറുമില്ല, രാവിലെ അവനെ കഴിക്കാനും കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എന്ത് ചെയ്തു, ആദ്യക്കുട്ടിന് മാത്രം ബൗളിൽ അവനെ കഴിക്കാനും കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയുടെ ഗ്രേവി മാത്രം എടുത്തിട്ട് മാറ്റി വെച്ച ശേഷം പിന്നെ ഞാൻ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തു. അങ്ങനെ വേഗം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അജുവിനോട് ഞാൻ പറഞ്ഞു, അജുവേട്ട് അതേ ആയിട്ടുണ്ട്, ഇത് കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ മുട്ട വേണ്ട, എനിക്ക് ഗ്രേവി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്ക് അത് വേഗം പ്ലേറ്റിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ടിഫിനിലാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആൾ അതുപോലെ വെച്ചിട്ട് പോകും. അപ്പോൾ അത് മിക്കവാറും ദിവസങ്ങളിൽ ആൾ ഓഫീസിൽ നിന്ന് കഴുകി കൊണ്ടുവരാറാണ് കേട്ടോ പതിവ് പ്ലേറ്റ്, ടിഫിൻ ബോക്സ്. പക്ഷേ ഇന്നലെ അത് മറന്നിട്ടുണ്ടായിരുന്നു ആൾ. എന്നിട്ട് അത് ഇന്നലെയല്ല, നമ്മൾ അവിടെ ബറോഡയ്ക്ക് പോകുന്നതിന് മുന്നായിരുന്നു ലാസ്റ്റ് ഡേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഫസ്റ്റാണ് പോകുന്നത്, വീക്ക് ഓഫ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് അതുപോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് ആളോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുമായിരുന്നു. എന്താ പറയുക, ഇതിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ അത് കഴുകുന്നവരുടെ ബുദ്ധിമുട്ട് അവരോട് ചോദിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ചെറുതായിട്ടൊന്ന് പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം ഞാൻ എന്ത് ചെയ്തു, കഴുകാൻ ആ പാത്രം അവിടെ ഇട്ടു. അത് കഴുകാൻ നിന്ന് ആൾ ഫുഡ് കൊണ്ടുപോകാതെ പോവും. അപ്പോൾ ഞാൻ വേഗം എന്നിട്ട് ആദ്യക്കുട്ടൻ്റെ പാത്രം എടുത്തിട്ട് വേഗം അതിൽ ഞാൻ ആൾക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വിചാരിച്ചു അവൻ്റെ പാത്രത്തിൽ ആ അജുവേട്ടൻ്റെ പാത്രം കഴുകിയിട്ട് അതിൽ അവന് ടിഷ്യൂ വെച്ച് തുടച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേഗം അവൻ്റെ പാത്രത്തിൽ തന്നെ അജുവേട്ടന് നിറച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ അജുവേട്ടൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്രേവിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. കൈയോടെ തന്നെ നമ്മൾ പ്ലാറ്റ്ഫോം തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ അല്ല അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് അതിന് ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. അപ്പോൾ ഞാൻ വേഗം കൈയോടെ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ടിഫിനൊക്കെ മാറ്റി സൈഡിൽ വെച്ചു ആളുടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആൾ ബാഗിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ആൾ വെക്കും. ചിലപ്പോൾ ലേറ്റ് ആൾ തന്നെ സ്വയം റെഡിയാവാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആൾ കൊണ്ടുപോകാതെ അവിടെ വെച്ചിട്ട് പോകും. അപ്പോൾ വേഗം ഞാനത് കവറിലൊക്കെ ആക്കിയിട്ട് ആൾക്കും കൊടുത്തു വിടുന്നുണ്ട്, ബാഗ് കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കുഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ട് ആദ്യക്കുട്ടിന് അത്രയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ രാവിലെ. അപ്പോൾ അവനും കുഞ്ഞ് പ്ലേറ്റിനകത്ത് അജുവേട്ടൻ്റെ ടിഫിനിലാക്കിയതിൻ്റെ ബാക്കി വേഗം അതിനകത്ത് ആക്കിയിട്ട് അവന് വേണ്ട കറിയും കൂടെ ആ പ്ലേറ്റിനകത്ത് ഇട്ടിട്ട് ഞാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് ഹാളിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവൻ അത് കഴിക്കാൻ മടിച്ച് സമയമായി എന്ന് വേണ്ടി നിൽക്കും. അപ്പോൾ നേരത്തെ കൊണ്ട് വെച്ചു. അപ്പോൾ അത് ഇന്നിപ്പോൾ ഞാൻ ആ പണിക്കൊക്കെ നിന്നപ്പോഴേക്കും അജുവേട്ടൻ തന്നെ വന്നിട്ട് വേഗം കവറിലാക്കിയിട്ട് ആൾ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം ആദ്യക്കുട്ടിൻ്റെ ടിഫിൻ ബോക്സൊക്കെ ഞാനൊന്ന് കഴുകി എടുത്തിട്ട് ടിഷ്യൂ വെച്ചിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. കാരണം നനവോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ചിലപ്പം ഉച്ചയാകുമ്പോഴേക്കും ഇടിയപ്പമൊക്കെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആവും, ഭയങ്കര വെള്ളം നിറഞ്ഞിട്ടുള്ളൊരു ഇതാവുമല്ലോ. അതുകൊണ്ട് തന്നെ വേഗം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി നന്നായി തുടച്ചെടുത്ത് നല്ലോണം അങ്ങോട്ട് വെറ്റാക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കിയ ശേഷം നമ്മൾ വേഗം അത് എന്നിട്ട് ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ആദ്യം വിചാരിച്ചു ആ ഡബ്ബയ്ക്കകത്താക്കിയിട്ട് വെളിയിൽ വെക്കാമെന്ന്. പിന്നെ നോക്കുമ്പോഴാണ് ഓർത്തത് അയ്യോ അല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങാനും ലീക്കായി കഴിഞ്ഞാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൻ അത്രയല്ലേ കൊണ്ടുപോകുള്ളൂ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ മെയിൻ ടിഫിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ടിഫിൻ വെച്ച് അത് നമ്മുടെ കറിയുടെ ടിഫിനും കൂടെ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ച് തിരിച്ച് മറിച്ചൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ അവസാനം ഒരു വിധത്തിൽ സെറ്റ് ചെയ്തു, സക്സസ് ചെയ്തു എന്ന് പറയാം. അങ്ങനെ പിന്നെ അപ്പോഴേക്കും അവൻ്റെ അടുത്ത് വെള്ളം നിറക്കിടാൻ സമയമായി എന്ന് പറഞ്ഞപ്പോൾ അവൻ വേഗം ആ കിട്ടിയ ചാൻസ് മുതലാക്കിയിട്ട് ഇവിടെ മാക്സിമം നമ്മൾ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പോൾ അത് നമ്മൾ വെള്ളം മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ മേടിച്ച സമയത്തുണ്ടല്ലോ അപ്പം വേഗം എടുത്തിട്ട് 2 ബോട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനല്ലേ നിറയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ 2ഉം കൂടെ അമ്മ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധാ വെള്ളവും ബാക്കി നല്ലോണം തണുത്ത വെള്ളവും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആശാൻ. പിന്നെ രാവിലത്തെ സമയമാണ്, എനിക്ക് ടൈമില്ല അടികൂടാൻ, അപ്പം ഞാനങ്ങ് കണ്ടില്ല എന്ന് വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് അമ്മയുടെ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അവനും അമ്മയോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവനും സ്കൂളിൽ പോയി. അവരൊക്കെ പോയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അജുവേട്ടൻ്റെ മമ്മിയോടൊക്കെ സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എനിക്കുള്ള നൂൽപുട്ടും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ 2 പ്ലേറ്റൊക്കെ വലിയ കാര്യത്തിൽ ഞാൻ തുടച്ചെടുത്തു കേട്ടോ. കഴുകിയെടുത്ത് നമ്മൾ എണ്ണയൊക്കെ തൂത്ത് വെച്ചു. ഉണ്ടാക്കി വന്നപ്പോൾ ഒരു പ്ലേറ്റിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് മാവ് അതിനകത്ത് ബാക്കി ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്തു, കൊഴുക്കട്ട പോലെ നീളത്തിലാക്കിയിട്ട് ആ തേങ്ങയുടെ ആ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കൂടി ഇട്ട ശേഷം എൻ്റെ നൂൽപ്പുട്ടിലും കൂടി എൻ്റെ ഇടിയപ്പത്തിലും കൂടി ഇട്ട ശേഷം കുറച്ചുകൂടെ നമ്മുടെ കോക്കനട്ട് പൗഡർ, ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് അതിനകത്ത് ഇട്ടിട്ടൊന്ന് ഉരുട്ടിയെടുത്തു. കയ്യിൽ പൊടി ഇട്ടിട്ട് ആ കൊഴുക്കട്ടയുടെ പീസ് എടുത്തിട്ട് ഞാൻ അതൊന്ന് ഉരുട്ടിയെടുത്തു കേട്ടോ.
പിന്നെ ഇതിനിടയ്ക്ക് ആദ്യക്കൂട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ കഴിച്ച സമയത്ത് അത്യാവശ്യം ഇച്ചിരി എരി തോന്നുന്നുണ്ട് കറിയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എരി ഇല്ലാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കഴിച്ചിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ എരിഞ്ഞാലും കുഴപ്പമില്ല, കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ അത് കഴിച്ചോളുമല്ലോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് എരിയാണ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ തിരിച്ചു കൊണ്ടുവരും മൂടില്ലെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും സമയം ഉണ്ടായിരുന്നില്ല എന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ എന്തായാലും ശരി, അപ്പോൾ എരി കാരണം ഇനി കഴിക്കാതിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആപ്പിളും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം നമ്മുടെ കൊഴുക്കട്ടയും അതുപോലെ തന്നെ നൂൽപ്പീട്ടൊക്കെ നമ്മൾ നന്നായിട്ട് എന്താ പറയുക റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്നവരിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്നാലേ നമ്മുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. എന്നാൽ തന്നെ നമ്മുടെ സിമ്പിൾ റെസിപ്പീസ് ആണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു ടിപ്സ് ആണെങ്കിലും സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കും എൻജോയ്മെൻ്റ് ഉണ്ട് നമ്മുടെ ചാനൽ കാണുമ്പോൾ എന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കണു. അങ്ങനെ ഞാൻ വേഗം പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകി വയ്ക്കാണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ വെച്ച് കുളിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് കലാപരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ച് കുളിക്കുന്നതിന് മുമ്പ് എന്തായാലും കുറച്ച് ഇടിയപ്പം കഴിക്കാമെന്ന് വെച്ചിട്ട് അജൂടെ വെച്ചിട്ട് പോയി ചിക്കൻ പിന്നെ ഞാൻ തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ വേഗം എന്നിട്ട് ഞാൻ തലയിൽ ഇച്ചിരി മെഹന്തി ഇടുകയാണ് കേട്ടോ. കുറേ നാളായി വിചാരിക്കണം. അപ്പോൾ അവിടെയൊക്കെ വെള്ള കളറായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും അത്രയൊന്നും വെളുത്തിട്ടില്ല അതിനും. അതുപോലെ തന്നെ മറ്റ് കളേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് മെഹന്തി തന്നെയാണ് കേട്ടോ. നിങ്ങളോട് എന്തൊക്കെയോ ഞാൻ വാചകം അടിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പോൾ അത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ജടയൊക്കെ കളഞ്ഞ് മെഹന്തിയൊക്കെ തേച്ചു. അപ്പോൾ ഇനി കുളിക്കാൻ പോവുകയാണ്. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഡ്രസ്സിൻ്റെ ഷോൾഡർ കീറിയത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അജുവേട്ടൻ ഓഫീസിൽ പോകണ നേരത്തെ ആൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി അതൊന്ന് ശരിയാക്കണം, ഒരു സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.